Hello, hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ ഡെയിലി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ആസ് യൂഷ്വൽ ഇന്നും ഞാൻ ഒരു 5 വൺ വേർഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ്, പക്ഷേ ഇതിലുള്ള ഫ്രേസസ് അല്ല, ഇതിലുള്ള വൺ വേർഡ്സ് നമ്മൾ കുറേ എക്സാംസിൽ, കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഭയങ്കര കോമൺ ആയി ചോദിച്ച് കാണാറുള്ള വൺ വേർഡ്സ് ആണ്. യെസ്, അപ്പോൾ നമുക്ക് ആ വൺ വേർഡ്സ് ഏതൊക്കെയാണ്, അത് ഏത് ലെങ്തി ഫ്രേസിനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. യെസ്, അതിൽ ആദ്യത്തേതാണ് ടൈറ്റ് ഫിസ്റ്റഡ്. അല്ലേ? യെസ്, എന്താണ് ടൈറ്റ് ഫിസ്റ്റഡ്? ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കണതിനാണ് നമ്മൾ ഫിസ്റ്റ് എന്ന് പറയാം. ഈ ഒരു പൊസിഷൻ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചാൽ ഇതിനാണ് നമ്മൾ ഫിസ്റ്റ് എന്ന് പറയണം. അപ്പോൾ ടൈറ്റ് ഫിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കൈ ഭയങ്കര മുറുക്കി നമ്മളിങ്ങനെ പിടിച്ചു, അല്ലേ? എന്താണ് അതിൻ്റെ മീനിങ്? നമ്മൾ ഏത് ഫ്രേസിനെ യൂസ് ചെയ്യാൻ, റീപ്ലേസ് ചെയ്യാനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അൺവില്ലിങ് ടു സ്പെൻഡ് മണി. അൺവില്ലിങ് ടു സ്പെൻഡ് മണി, അല്ലേ? ഇപ്പം നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഒരു യൂസേജ് ഉണ്ട്, കയ്യിൽ നിന്ന് പൈസ ഇറക്കാൻ ഭയങ്കര മടിയാണ്, അല്ലേ? യെസ്, ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഒരു വേർഡാണ് ടൈറ്റ് ഫിസ്റ്റഡ്. പിശുക്ക് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ ഇറക്കാൻ ഭയങ്കര പാടുള്ള, ഒരു താല്പര്യം ഇല്ലാത്ത, അല്ലേ? അങ്ങനെ പിശുക്കന്മാർ, ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? ടൈറ്റ് ഫിസ്റ്റ് എന്നുള്ള വേർഡ്, ടൈറ്റ് ഫിസ്റ്റഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. സ്പെൻഡ് ത്രിഫ്റ്റ് എന്നൊരു വേർഡ് നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് പൈസ ധൂർത്തടിച്ച് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറയാം. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം, തീരെ പൈസ കയ്യിൽ നിന്ന് ഇറക്കാത്ത ആൾക്കാരില്ല, അത്രയും പിശുക്കുള്ള ആൾക്കാരെയാണ് നമ്മൾ ടൈറ്റ് ഫിസ്റ്റ് എന്ന് പറയാം. സെയിം മീനിങ്, ഏതാണ്ട് ഇതേപോലത്തെ ഒരു മീനിങ് ഉള്ള ഒരു വേർഡാണ് മിസർ. ഈ വേർഡും നമ്മൾ ഒരു പിശുക്കൻ, അല്ലേ? ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ മിസർ എന്നുള്ള വേർഡും യൂസ് ചെയ്യുക. വൺ ഹൂ ഹോർഡ്സ് മണി ആൻഡ് സ്പെൻഡ് ആസ് ലിറ്റിൽ ആസ് പോസിബിൾ, അല്ലേ? യെസ്, എന്താണ് ഹോഡ് എന്ന് പറഞ്ഞാൽ? HOARD. ഹോഡ് എന്ന് പറഞ്ഞാൽ പൂഴ്ത്തി വെക്കുക. അപ്പം നമ്മൾ കിട്ടണ കാശൊക്കെ, കിട്ടണ പൈസയൊക്കെ നമ്മൾ പൂഴ്ത്തി വെച്ചാൽ, പൂഴ്ത്തി വെച്ചിട്ട് എന്താ പറയുക, പരമാവധി എത്ര കുറച്ച് ചിലവാക്കാവോ അത്ര കുറച്ചില്ല, അത്ര പിശുക്കി ചിലവാക്കണ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? മിസർ. ചുരുക്കി പറഞ്ഞാൽ പിശുക്കാണ്. എന്താണ് നമ്മുടെ ടൈറ്റ് ഫിസ്റ്റഡ് ആയാലും മിസർ ആയാലും രണ്ടും പിശുക്കത്തരമുള്ള ആൾക്കാരെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ വേർഡ്സ് ആണ്. യെസ്, ഇനി നമ്മൾ 3 ഫോബിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ വൺ വേർഡ് സെഷൻസിൽ ഫോബിയയ്ക്ക് വേണ്ടി തന്നെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഒരു 5-6 ഫോബിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ പല സെഷനിലായിട്ട് നമ്മൾ പല ഫോബിയാസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിൽ ഒരു 3 ഫോബിയാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഒഫീഡിയോഫോബിയ. ഒഫീഡിയോഫോബിയ, യെസ്. എന്താണ് ഒഫീഡിയോഫോബിയ എന്ന് പറഞ്ഞാൽ? എക്സ്ട്രീം ഓവർഹെൽമിങ് ഫിയർ ഓഫ്, ഇത് ഈ ആണ്, ഫിയർ ഓഫ് സ്നേക്സ്, അല്ലേ? പാമ്പിനോട് ഭയങ്കര പേടി. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളൊരു സംഭവമാണ് സ്നേക്സിനോടുള്ള പേടി. പക്ഷേ അതൊരു എക്സ്ട്രീം ലെവലാണ്. ഓവർഹെൽമിങ്, എന്താണ് ഓവർഹെൽമിങ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു വേർഡാണ്. ഓവർഹെൽമിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ, ഫിയർ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, നമ്മുടെ ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ ഭയങ്കര ഒരു പേടി നമുക്ക് പാമ്പിനോടുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ഒഫീഡിയോഫോബിയ ആണ്. യെസ്, നെക്സ്റ്റ് വൺ ആണ് നെഫോഫോബിയ. എന്താണ് നെഫോഫോബിയ? നെഫോ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ലാംഗ്വേജിൽ നെഫോ എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സ് ആണ്. അപ്പം എന്താണ് നെഫോഫോബിയ? ഫിയർ ഓഫ് സ്നേക്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ലാസ്റ്റ് വേർഡാണ് ആസ്ട്രോഫോബിയ, അല്ലേ? ഇതെന്തിൻ്റെ ഫിയർ ആണെന്ന് ചോദിച്ചാൽ ഫിയർ ഓഫ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ. ഇടിയും മിന്നലൊക്കെ നമുക്ക് പേടിയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? നമുക്ക് ആസ്ട്രോഫോബിയ ആണ്, ഫിയർ ഓഫ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ. യെസ്, അപ്പോൾ നമ്മളിന്നിവിടെ
5 വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു ആ വൺ വേർഡ്സ്? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതായിരുന്നു ടൈറ്റ് ഫിസ്റ്റഡും മിസറും, രണ്ടും പിശുക്ക് ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇത് രണ്ടും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 ഫോബിയാസ് ആയിരുന്നു. ഒരു ഫോബിയ ആണ് നെഫോഫോബിയ. നമുക്ക് ക്ലൗഡ്സിനെ പേടിയാണെങ്കിൽ നമ്മൾ നെഫോഫോബിയ എന്ന് പറയും. നമുക്ക് ഇടി മിന്നലൊക്കെ പേടിയാണെങ്കിൽ നമ്മൾ ആസ്ട്രോഫോബിയ എന്ന് പറയും. പാമ്പിനോട് നമുക്ക് ഭയങ്കര പേടിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്താണ്? ഒഫീഡിയോഫോബിയ എന്ന് നമ്മൾ പറയും. യെസ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത വേർഡ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഈസിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത 5 വേർഡ്സും ഈസിയാണ്. അതിൽ ഈ 2 വേർഡും ടൈറ്റ് ഫിസ്റ്റഡ്, മിസർ, പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഏതോ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത സ്പെൻഡ്, ത്രിഫ്റ്റ്, ഇത് 3ഉം ഭയങ്കര കോമൺ ആയി കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. യെസ്. അപ്പം ഇതേപോലെ നെക്സ്റ്റ് വൺ വേർഡ് സെഷനിൽ വേറെ കുറച്ച് വൺ വേർഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.